ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. സമ്പൽ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ. ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടെ. ഇത് യേശുവിൻ്റെ കയ്യിലേ ഉള്ളൂ. വേറെ നിങ്ങൾ നോക്കുക, ഏതെങ്കിലും മതത്തിൻ്റെ ദൈവം ഇത് വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നോ? നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായ ക്രിസ്തു യേശു മാത്രം ഞാനാണ് വഴിയും സത്യവും ജീവനും, പിതാവായ ദൈവത്തിലേക്ക് എത്താൻ ഞാൻ മുഖാന്തരല്ലാതെ ആർക്കും പറ്റില്ല. അങ്ങനെ പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ. പഠിക്കണം. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു കുഞ്ഞിക്കുടാപ്പിനെ എൻ്റെ കൂടെ നിർത്തിയേക്കണേ. ഇതെൻ്റെ കുട്ടി ഫാനാട്ടോ. അങ്ങനത്തെ കുറേ യേശപ്പ കുട്ടി ഫാൻസ് ഉണ്ട് കേട്ടോ. കുഞ്ഞിലെ മുതൽ നമ്മുടെ വീഡിയോ, അവർ നോക്കണ വീട് തൃശ്ശൂരല്ലേ? പേര് പറഞ്ഞേ. എത്രയല്ലേ പഠിക്കണേ? 4 കുഞ്ഞിലെ മുതൽ നമ്മുടെ വീഡിയോ കണ്ടേക്കണേ. ഇപ്പം ഒരു ചമ്മലുണ്ട്. ഞാൻ സുനി സജീവ് എന്ന് പറഞ്ഞേ. നമ്മുടെ സ്റ്റാർട്ടിങ് കുഞ്ഞിലെ മുതൽ പറയുന്നു. ഇപ്പം ചമ്മല. അപ്പോൾ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തിന് പോയിട്ട് അവരുടെ ഫാമിലി മൊത്തം ഉണ്ട്. ഇതിനെ എന്നെ കാണണം നിർബന്ധം. തുണി എടുത്താലും വേണ്ടില്ല, എടുത്തില്ലേലും വേണ്ടില്ല. ഇങ്ങനെ കുറേ പിള്ളേരുണ്ട് കേട്ടോ. യേശപ്പുരം തന്ന കൃപ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ? ഒരു ഓർഡിനറി എനിക്ക് ഇങ്ങനത്തെ കുട്ടി ഫാൻസ് നിങ്ങളുടെയൊക്കെ ഞാൻ ഓർത്തു എപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ ഈ വലിയ പ്രായം ചെന്ന് എൻ്റെ പ്രായമുള്ളവരെ കാണുകയുള്ളായിരിക്കുന്ന. ഇന്നാൾ ജയലക്ഷ്മിയുടെ വാർക്ക് ഞാനും കുഞ്ഞും കൂടെ നിൽക്കുക. ഉണ്ണിക്കുട്ടൻ അങ്ങനെ അവിടെ നിന്ന് വരിക. അപ്പോൾ വണ്ടി നോക്കി നിൽക്കുക. അപ്പോൾ ഒരു പെങ്കൊച്ച് ജയലക്ഷ്മിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് പറഞ്ഞു, മാമ വീഡിയോ ചെയ്യണല്ലേ, ഒരു ന്യൂജൻ പെങ്കൊച്ച്. അപ്പോൾ അയ്യോ മാമിൻ്റെ കട്ട ഫാന ഞാൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഉണ്ടായ സന്തോഷം കുഞ്ഞുവിൻ്റെ മുമ്പിൽ വെച്ചാൽ പറഞ്ഞേ. അത് കാരണം കേട്ടോ അത്രയും സന്തോഷം. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കേൾക്കണത് ഇത്. അപ്പോൾ ഉണ്ടായ സന്തോഷം. ആ ന്യൂജൻ, ഓ അമ്മ ഇത്രയും പ്രശസ്തയാണോ കുഞ്ഞ് കഴിക്കുക. ഞാൻ പറഞ്ഞു ക്രിസ്തുവേശുവിൽ, സത്യമായിട്ടും ക്രിസ്തുവേശുവിലുള്ള പ്രശസ്തിയാട്ടോ, മഹത്വ യേശുമ്പുരാന്. അപ്പോൾ കുഞ്ഞിക്കുടാപ്പി ഇന്ന് വീഡിയോയ്ക്ക് നിൽക്കാൻ വന്നതാണ്. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അപ്പോൾ കൊച്ചിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ലോകത്തിൽ ഉന്നതി, ക്രിസ്തുവേശുവിൽ പ്രശസ്തിയാകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ കൊച്ചിനെ ഇച്ചിരി നേരം പിടിച്ച് നിർത്തിയതാണ്. ഇനി അവിടെ പോയിരിക്കുവാണോ? അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗീവ് അവേയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്താൽ നമുക്കിടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അതുകൂടാണ്ട് പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ടോടുകൂടി ഫേഷ്യൽ ഈ വേനക്ക് സ്പാ ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക, അതൊക്കെ എല്ലാത്തിനും കൊണ്ടിട്ട് 25% ഡിസ്കൗണ്ട്. നിങ്ങൾ കയറുക, നിങ്ങളൊന്ന് സ്പായൊക്കെ ചെയ്ത് നോക്കിയാൽ ബ്രാൻഡ് കമ്പനിയുടെ നമ്മൾ ചെയ്യണേ. നിങ്ങളുടെ മുടിക്ക് ഒഴിച്ചിൽ മാറി വളർച്ച ഉണ്ടായില്ലെങ്കിൽ എന്നോട് ചോദിച്ചു നോക്ക്. അപ്പോൾ സ്പായൊക്കെ ചെയ്യുക. എല്ലാ മാസവും ഒരു സ്പാ ചെയ്താൽ മുടിയുടെ താരനൊക്കെ മാറി ഭയങ്കര ചേഞ്ച് ആകും. അതുപോലെ ഫേഷ്യലുകൾ എല്ലാം. അപ്പോൾ സ്വർണ്ണക്കടയിൽ കയറാന കാര്യം മറക്കരുത്. ഗോൾഡ് സ്കീമിൽ കൂടുക. ഇപ്പോൾ ആരെ ഫോഴ്സ് ചെയ്യേണ്ട, ചാടി പിടിച്ച് ഗോൾഡ് സ്കീമിൽ കൂടും. എന്തൊരു വില, ഇനി എന്തിനു സ്വർണ്ണം? ഇപ്പോൾ ഒന്ന് വന്ന ആൾ എന്നോട് ചോദിച്ചാൽ എന്തൊരു വില. എന്നിട്ട് പോയി സ്കീമിൽ കൂട്ടിയിട്ടോ. 2 പെമ്മക്കളെയും കെട്ടിച്ചുവിട്ടു. ഞാൻ പറഞ്ഞു ഇത്രയും കാലം പെമ്മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഇനി അവനവന് വേണ്ടി ഇനി കിട്ടണ കാശ് ചില സ്വർണ്ണമൊക്കെ മേടിച്ചു. ഒരാവശ്യം വന്നാൽ ഊരി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യാലോ. മക്കളുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അറിയാം മക്കളുടെ വില. ഇപ്പം വലിയ നമ്മൾ പണിയെടുക്കണോ, നമുക്കുടെ കാശ് അവർക്ക് പ്രയോജനം, ആരോഗ്യമുള്ളപ്പോൾ മക്കൾക്കെല്ലാവർക്കും നമ്മളെ കാര്യമാണ്. നമ്മൾ എന്നും പൈസ ചോദിക്കാൻ കൈ നീട്ടുമ്പോഴാണ് പ്രശ്നമാണ്. അപ്പോൾ സ്കീമിൽ കൂടുക. ഇനി നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കുക. അപ്പോൾ ഇന്നൊരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. വചനം ആദ്യം വായിക്കേണ്ടായിരുന്നു, കുഞ്ഞു വാവേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണമാണ്. ഇന്ന് ബൈബിൾ എടുത്തേക്കണെന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ദൈവം തന്നതാട്ടോ. എന്നും രാവിലെ ഞാൻ ഗോഡീസ് ലവ് നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ മെസ്സേജ് പറയും. അത് പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ ഓർത്തെന്നും. അപ്പോൾ യേശുമ്പുരാൻ തന്നതാണ്. യെശയ്യാ 43. എന്നാൽ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ച കർത്താവ്, ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തിയ കർത്താവ് ഇപ്പോൾ ഇങ്ങനെ അരുളി ചെയ്യുന്നു. ഇസ്രായേലെ അവരോടല്ല കേട്ടോ, നമ്മളോടാണ് യേശുക്രിസ്തു മുഖാന്തരം പറഞ്ഞേക്കണേ. ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. അടുത്ത് കേട്ടോ, നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നദികളിൽ കൂടി കടന്നു പോകുമ്പോൾ അവ നിന്നെ വിഴുങ്ങയില്ല. ദൈവം ആ വെള്ളം വിഴുങ്ങാണ്ട് പോണത് ദൈവം നമ്മളോട് കൂടെയുള്ള കാരണം.
തീയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, അഗ്നിജ്വാലകൾ നിന്നെ വിഴുങ്ങിയില്ല. കാരണം ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ നിന്റെ രക്ഷകൻ, നിന്റെ വീണ്ടെടുപ്പ് വിലയായി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചോട്ടോ. അപ്പോൾ ദൈവം നമ്മളെ സ്വന്തം മകൻ്റെ ജീവൻ തന്നാണ് വീണ്ടെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ഓർത്തോളം നമ്മൾ എവിടെ പോകുമ്പോഴും, ഇതെനിക്ക് MRI സ്കാൻ ചെയ്തപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചാൽ ഞാൻ നിൻ്റെ കൂടെ സ്കാനിങ്ങിന് കയറണമെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്, നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോഴും എപ്പോഴും ഞാൻ നിന്നോട് കൂടിയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കൊണ്ടൊക്കെ കസരം എൻ്റെ കണ്ണട ചടക്ക് വെറുതെ. അപ്പോൾ ആ ഉറപ്പും ധൈര്യത്തിൽ ഇന്ന് ആർക്കെങ്കിലും കേൾക്കേണ്ടതായിരിക്കും. അപ്പോൾ അത് ഓർത്തോ, ഇന്ന് എനിക്കത് തന്നെ വായിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ് തയ്ക്കൂ. ഇത്ര രസമുള്ള സെറ്റുകളാണെന്ന് അറിയാൻ വന്നേക്കണേ. നമ്മുടെ ടിഷ്യൂ ബനാറസ് എടുത്ത എല്ലാവർക്കും തുണിയും തികയും കേട്ടോ. കൈക്കൊക്കെ സെപ്പറേറ്റ് തുണി ഇട്ടേക്കുവാണെങ്കിൽ കൈയുടെ അടിയിൽ ഇങ്ങനെ വർക്കൊക്കെ വരാൻ പാകത്തിന് ബോട്ട ഇങ്ങനെ ഒരു സോഫ്റ്റ് സിൽക്ക് ഇങ്ങനെ നല്ല സാൻഡോ ഭയങ്കര ലുക്കാട്ടോ. അങ്ങനെ ഒരു നല്ലൊരു ഈ ഷോളിൻ്റെ വീഡിയോ നമ്മളിട്ടിട്ട് കംപ്ലീറ്റ് ബഹളമായിരുന്നു ഷോളിന്. അപ്പോൾ ഇത് നമ്മൾ വരുത്തിയതാട്ടോ. രണ്ടെണ്ണം രേഷ്മയോടെ ഒന്ന് എടുത്ത് കാണിക്കുമ്പോൾ പിന്നെ എന്താ വില? 2499. നല്ല സെറ്റാട്ടോ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. കാരണം ഈ ഷോളിൻ്റെ വന്നാൽ ഇവിടെ എന്നും അടി എനിക്ക് കിട്ടാനുമില്ല. അവരോട് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോഴും ഇത് തന്നെ. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതിൻ്റെ ഏത് ഷെയ്ഡ് നിങ്ങൾ എടുക്കുന്ന ഇത് നോക്കി, എന്ത് എല്ലാം ഒരു എലഗൻ ലുക്കുള്ള കളേഴ്സായിട്ട് ഇട്ടാലത് സൂപ്പർ ഹിറ്റ്. ഇത് പറഞ്ഞാൽ ഞാനെടുത്ത് തയ്ക്കുക. എനിക്ക് അടുത്ത 1-ാം തീയതി ഒരു കയറി താമസമുണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിച്ചത് എത്രണ്ണാന്ന് എനിക്കറിയാൻ പാടില്ല. ബനാറസിടുമ്പോൾ ഈ വിലയ്ക്ക് ഭയങ്കര ലുക്കാണ്. ഞാൻ എന്തെങ്കിലും റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് ഡൈ എടുത്ത് 10,000-7,000 ആകും ഇട്ടാലും ഒരു ലുക്കുമില്ല. ഷോളൊക്കെ കറക്റ്റ് അങ്ങ് വരാണ്ടേ. എടുത്തോ. അപ്പം ഇതിൻ്റെ ബാക്ക് വശം പ്ലെയിൻ ആട്ടോ. ഫ്രണ്ടിലാണ് ബനാറസ് ബുട്ട. കയ്യിലിങ്ങനെ വർക്കുണ്ട്. പെട്ടെന്ന് എടുക്കും. ഇത് നമ്മുടെ കടയിൽ ഒറ്റ വെബ്സൈറ്റിൽ എടുക്കാമെങ്കിൽ വെബ്സൈറ്റിൽ എടുത്തോട്ടോ. താഴെ ഇങ്ങനെ നല്ല ദാമനിൽ ആവശ്യത്തിന് ഇതുമുണ്ട്. ഗ്രാൻഡ് സാധനമാട്ടോ. ഏറ്റവും ഇതാട്ടോ ഈ ഷോളാട്ടോ. ഒരു വെറൈറ്റി, മറ്റേതിനേക്കാളൊക്കെ ഒരു വെറൈറ്റി ഷോളും ക്രഷ്ഡ്. കുറേ നേരം പോസ് ചെയ്യില്ല കേട്ടോ. പെട്ടെന്ന് എടുക്കണേ. പക്ഷെ ചിരിക്കണേ ആയിട്ട് എടുക്കാവുള്ളൂ. എൻ്റെ അമ്മയെ ഞാൻ ചിരിച്ചില്ലെങ്കിൽ എന്നെ കണ്ട് ഞാൻ പേടിച്ചു പോവുക. അപ്പോൾ മനുഷ്യൻ ചിരിക്കുമ്പോൾ യേശുവിൻ്റെ മോച്ചായും ചിരിക്കാണ്ടിരിക്കുമ്പോൾ പിശാചിൻ്റെ മോച്ചായെന്ന് തോന്നും. അപ്പോൾ ശരിക്കും ചിരിച്ചില്ലെങ്കിൽ പൊട്ട എന്നെ കണ്ട എപ്പോഴും ചിരിക്കണം. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഫോട്ടോ എടുത്തെങ്കിൽ പിന്നെ ജീവിതത്തിൽ ദേഷ്യപ്പെടില്ല. വീഡിയോ കറക്റ്റ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ഇതെടുത്ത് കാണിച്ചാൽ മതി. പിന്നെ നമ്മൾ ജീവിതത്തിൽ ദേഷ്യപ്പെടില്ല. ഇതിൻ്റെ വേറൊരു കളർ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വേറൊരു സിൽക്കിൽ നമുക്കിവിടെ വിറ്റത് തന്നെയാണ്. ഒരെണ്ണം എടുത്തായിരുന്നു ഇന്നലെ. അതായിട്ടൊരു കയറി താമസം എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടത് ഈ കളർ ഇപ്പോൾ ഭയങ്കര ഫാഷൻ കളറാണ്. അല്ല എല്ലാം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതിലൊരെണ്ണം എനിക്ക് എടുക്കണം. ഏത് കളർ എടുക്കുമെന്നൊരു പിടിയില്ല. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എவ்வளோ ആരും അറിയും ഏത് കളർ എടുക്കണം നീ. അപ്പോൾ ഞാനെങ്കിൽ എടുക്കുമ്പോൾ ഇടിവെട്ടി കളർ എടുക്കുള്ളൂ. ഇനി അതിൽ നിന്ന് ശാന്തമായി മാറാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കും. പിന്നെ അത് തന്നെയൊക്കെ എടുക്കും. ഇത് കോട്ട, നല്ല കോട്ട. ഇതിന് ഇത് ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അത് കാരണം പെട്ടെന്ന് തീരും കേട്ടോ. ഇതേ ലൈനിങ് കൊടുത്തേക്കണം കണ്ടോ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ യോക്കിൽ ഇങ്ങനെ ഡൈ ചെയ്ത് ആ കളറൊക്കെ ആക്കി. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ലൈനിങ്ങിന് എന്ത് കഷ്ടപ്പാടായിരുന്നു. ഇവിടെ ഒരു വേറെ കഷ്ണം, ഇവിടെ വേറെ കഷ്ണം, ഭയങ്കര തലവേദനയായിരുന്നു. ക്രേപ്പ് ഷോള് 1599. ബോട്ടയിൽ
1599 വിത്ത് ലൈനിങ്. ഇതൊക്കെ സെക്കൻഡിനുള്ളിൽ തീരും കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഈ വീഡിയോയിൽ പെട്ടെന്ന് വിറ്റ് തീരാനാണ്. എന്നിട്ട് എന്നും വരുമ്പോൾ പറയും ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ അത്രയും വിശ്വസിച്ചില്ലായിരുന്നു. അതിൻ്റെ പ്രിൻ്റ് വ്യത്യാസേ. ഇതിൻ്റെ ബാക്ക് വശം എന്നത് സെയിം പ്രിൻ്റ് തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് കേട്ടോ. അതെ അതെ, ഫ്രണ്ടും ബാക്കും ഈ പ്രിൻ്റ് ഉണ്ട് കേട്ടോ. അത് തന്നെ വലിയൊരു ഇതല്ലേ. ഇടുമ്പോൾ നല്ല സുഖവും നല്ല കളറും സ്റ്റാൻഡേർഡ് അല്ലേ കോട്ട. നമുക്ക് ഏറ്റവും അധികം വിൽക്കുന്നത് ആ കോട്ട. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഏറ്റവും അധികം കോട്ടയുടെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ബനാറസ് കോട്ട അതൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ. എന്നിട്ട് ഞാനിങ്ങനെ കണ്ടമാനം പുകഴ്ത്തണ കാരണമാണോ ഇത് വിറ്റ് പോകണമെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആരും വന്നാലും ഞാനിത് കാണിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സെയിൽസിൽ നിൽക്കാൻ ഇഷ്ടമാണ്. നല്ല സെയിൽസ് ഗേൾ ആയാലേ നല്ല ബിസിനസ്സുകാരി ആകാൻ പറ്റുള്ളൂ. കാരണം ഹൃദയം പഠിക്കണമല്ലോ ആൾക്കാരുടെ. അതിൽ കയറിയാലേ നമുക്ക് മനുഷ്യരുടെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ സെയിൽസ് ഗേൾ ആകുക. എനിക്കിപ്പോഴും ഇഷ്ടമാണ്. പിന്നെ കാണിച്ചു കഴിയുമ്പോൾ ഒട്ടും പിടിക്കാണ്ട് വന്നാൽ പെട്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ ഒരു പോക്കുണ്ട്. എനിക്കറിയാവുന്ന കസ്റ്റമറുണ്ട്. അവരൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് അപ്പം എടുക്കും. എനിക്ക് അവർ ഇന്നത് എടുക്കുള്ളൂ എനിക്കറിയാം. അത് തന്നെ ഞാൻ എടുത്ത് കാണിക്കും. പരിചയമില്ലാത്തൊരു വലിയ പ്രശ്നം. എല്ലാ കളർ ഷെയ്ഡും കണ്ടോ. ഇത് ഒന്നൊന്നിന് മെച്ചാ. നമുക്കത് കാരണം ഇതിനെ വർണ്ണിക്കേണ്ട കാര്യമില്ല. അത് അവർക്ക് മാത്രമേ, ഈ കോട്ടാക്കാരുടെ കുടുംബക്കാർക്ക് മാത്രമായിട്ട് ഇതുപോലെ വെറൈറ്റി കളർ കോമ്പിനേഷനും അവരുടെ അതൊരു ഭയങ്കര അതാണ് കേട്ടോ. എത്ര വർഷമായിട്ട് അവരുടെ സംഭവമല്ല ഇങ്ങനെ നിൽക്കണത്. ഭയങ്കര സംഭവം തന്നെ ഇത്. എനിക്ക് 15 വർഷമൊക്കെ ആയിരുന്നു നമ്മൾ തന്നെ ഇത് വിറ്റു തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഇതിൻ്റെ ഭയങ്കര വിലയുടെ കോട്ടയായിരുന്നു നമ്മൾ വിൽക്കണം. അടിപൊളി സംഭവങ്ങളാണ്, അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. 1599 രൂപയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് എന്നാൽ കോട്ടയൊന്നും കിട്ടില്ല. എനിക്കെപ്പോഴും കോട്ട ബുക്ക് ചെയ്യലാണ് ഇതുള്ളു. പിന്നെ ഓരോ നമ്മുടെ ഇതിൽ കോട്ടയാണ് ചിലവ്. എല്ലായിടത്തും പലർക്കും പല ടേസ്റ്റ് അല്ലേ. നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരുമാതിരി യേശുവിൻ്റെ കൃപയാൽ എൻ്റെ ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കടക്കാരൊക്കെ പറയും ഇന്നത് കൊണ്ടുപോയി വിറ്റ് നോക്കി, ഇത് ഭയങ്കരമായിട്ട് ഓൺലൈനിൽ വിറ്റ് പോണയാ. നിർബന്ധിച്ചെടുപ്പിച്ചു വിടുവേ. പക്ഷെ അതൊന്നും നമ്മുടെ ഇതിൽ പോവില്ല. അപ്പോൾ ഞാൻ വിഷമിച്ചെങ്കിലും എടുത്തുകൊണ്ട് വരും. ഇവിടെ വന്ന് കാണിക്കുമ്പേ വെച്ചാലും ഇങ്ങനെ. ഇത് പിന്നെ ഈ വേനക്കാട്ടം കിട്ടുള്ളൂ. എന്നാന്നറിയാൻ പാടില്ല. അവർ ഈ വേനക്ക് ഡൈ ചെയ്യലൊരു പണിയാലോ. ലൈനിങ് മുതലേ മഴയൊക്കെ ഉള്ള സമയത്തൊന്നും പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളി സംഭവങ്ങളാട്ടോ. നല്ല കളർ കോമ്പിനേഷനാട്ടോ അല്ലേ. ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ അവർ നല്ല കോട്ടയം എനിക്ക് എടുക്കണം. കാരണം വേനൊക്കെ എനിക്ക് ഈ വർഷം എന്നാണോ എനിക്കധികം ചൂട് തോന്നാനുള്ള. കഴിഞ്ഞ വർഷമൊക്കെ അയ്യോ, ഈ വർഷം ഞാൻ മുടി എപ്പോഴും ഉണ്ട കിട്ടുമെന്ന് ഓർത്തുകൊണ്ടിരുന്ന. അഴിച്ചിട്ടിട്ടൊന്നും വലിയ പ്രോബ്ലം ഇല്ല. കഴിഞ്ഞ വർഷം എനിക്ക് ചൂട് സഹിക്കാൻ പാടില്ല. നല്ല കളേഴ്സല്ലേ. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനില്ലേ. ഗ്രീൻ്റെ ഇതൊക്കെ നോക്ക്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനില്ലേ. പെട്ടെന്ന് എടുത്തോ. ചാടി വെബ്സൈറ്റിലെടുത്തു. അല്ലെങ്കിൽ 4 പേര് നിൽക്കേണ്ട വാട്സപ്പ് കോൾ വിളിക്കുക. എല്ലാം നിങ്ങൾക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി എടുത്താൽ മതി. ബോട്ടം അയ്യോ, നല്ല കോട്ടൺ പ്രിന്റിൻ്റെ ബ്ലോക്ക് പ്രിന്റിൻ്റെ ബോട്ടാട്ടോ. എനിക്ക് വേണമെങ്കിൽ 8-10 വർഷം മുമ്പുള്ള കോട്ടയുടെ ബോട്ട എൻ്റെ ഇപ്പോഴും പോയിട്ടില്ല. ഈ ടൈപ്പിൻ്റെ പണ്ടേ എടുത്തേക്കണ ബോട്ട ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മൾ പ്യുവർ കോട്ടയാട്ടോ. നമുക്ക് കൂടിയ കോട്ടയാട്ടോ. കൂടിയ കോട്ട ഇതുപോലെ സോഫ്റ്റും ആട്ടോ. അതിൽ ഇങ്ങനെ ഫുൾ വർക്ക് പണ്ട് നമ്മൾ കട്ട് വർക്കൊക്കെ എനിക്കിതിൻ്റെ ബീച്ച് ഫുൾ കട്ട് വർക്ക് ഉണ്ടായിരുന്നു. അടിപൊളി സെറ്റാട്ടോ. ഷോള് 2 വശവും ഇങ്ങനെയുണ്ട്.
1699 ആട്ടോ. പ്യുവർ കോട്ടൺ ബോട്ടോ. നല്ലൊരു സെറ്റാട്ടോ. ഇതും നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾക്ക് അന്ന് റീസ്റ്റോക്ക് വെച്ചത് ഏതാണ്ട് ഇപ്പം ഇതിൻ്റെ അല്ല യോക്കിൽ ഇവിടെ ഉള്ളതായിരുന്നു അല്ലേ? ഈ ഫുള്ളല്ലല്ലോ കാണിച്ചേ. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ. യോക്കിൻ്റെ ഈ സെയിം മെറ്റീരിയലിലുള്ളത് പിന്നെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ബാക്ക് പ്ലെയിൻ ആട്ടോ. സൂപ്പർ സംഭവം ആട്ടോ. അടിപൊളി സംഭവമാണ്. 1699 ആണ് വില. കുറേ കാലമായി നമുക്കത് ഇത് കണ്ടോ, ഇതുപോലത്തെ സോഫ്റ്റ് ഒറിജിനൽ കോട്ടയാണ്. വില കൂടിയ കോട്ട, വില കൂടിയ വർക്ക്, കട്ട് വർക്കൊക്കെ വന്നത്, ഫുൾ കട്ട് വർക്കൊക്കെ വന്ന് 2000-അടുത്തുള്ള സെറ്റൊക്കെ ഇതിൻ്റെ പീച്ച് എനിക്കുള്ള. മെറ്റീരിയൽ കൂടിയതാണ് ടോപ്പിൻ്റെ. 1699. നല്ല കളർ ചാർട്ടുകൾ വാട്ടോ. പെട്ടെന്ന് എടുത്തോ. സെമി മൊഡാൽ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഒറിജിനൽ മൊഡാൽ പോലെ തോന്നും, പക്ഷെ വില അത്രയില്ല. അപ്പോൾ സെമി മൊഡാലായിരിക്കും അല്ലേ? 800. ഒറിജിനൽ മൊഡാലിൻ്റെ തുണിക്ക് 300 സംതിങ് അല്ലേ? ശരിക്കും ആ മൊഡാലിൻ്റെ സൈസ് ഈ ഷോളിൻ്റെ വേറെ ഈ ഡിസൈൻ്റെ ബാന്തിനി അല്ല, ബാന്തിനി ചുങ്കിടിയല്ലേ? അയ്യോ മറന്നുപോയി. ബോട്ടോ ഇങ്ങനെയാട്ടോ. ഇത് നമുക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും. അതിൽ ഇങ്ങനെ ഇത് തന്നെ ടൈ ആൻഡ് ഡൈ ചെയ്തതാണ്. ഷോളും അതെ. അടിപൊളി സെറ്റാട്ടോ. പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ഈ 899. ഇത് റീസ്റ്റോക്ക് ഇപ്പോഴേ കൊടുത്താൽ കേട്ടോ. ദൈവത്തിന് അറിയാം ഉണ്ടാവുമെന്ന്. ഇവിടെത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയണത്. ഇതൊക്കെ ഇങ്ങനെ വരുമല്ലേ? ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ചർച്ച ചെയ്യണേ ഏതൊക്കെ റീസ്റ്റോക്ക്. അപ്പോൾ തന്നെ അവിടെയൊക്കെ തീരും. കിട്ടിങ്ങും കയറും. നല്ല ബ്ലൂ, ഇപ്പോൾ നല്ല ആ കൂളിങ്, അല്ല ഗ്രീൻ. അയ്യോ സോറി. ഈ കൂളിംഗ് ഒക്കെ ആ സെയിം കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതിൻ്റെ എന്തെങ്കിലും ഇച്ചിരി പീസൊക്കെ ഇങ്ങനെ യോക്കിലൊക്കെ വെച്ച് വേണമെങ്കിൽ. ഇതിൻ്റെ വില വല്ല തെറ്റിപ്പോയൊന്നുമില്ലോ അല്ലേ? 899. ഒറിജിനൽ ക്രേപ്പ് ഷോളും. ഓർത്തോട്ടോ റീസ്റ്റോക്ക് കൊടുക്കാൻ. എന്നാച്ചാ ഇപ്പം നിങ്ങൾ ഓർക്കും ഞാൻ വില തെറ്റിപ്പോയോന്ന്. ഇനി വില പോയി ചെക്ക് ചെയ്യും. വില തെറ്റിയെങ്കിൽ ഇത് എത്ര ഇങ്ങനെ കട്ട് ചെയ്യും. വില തെറ്റിയില്ലെങ്കിൽ ഇതിങ്ങനെ കാണും. കാരണം വില അബദ്ധം പറ്റുമോയെന്ന് എനിക്കിപ്പോൾ തന്നെ തോന്നുക. ചിലർ പറയും വീഡിയോ ഓടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. വീഡിയോ ഓടാൻ അങ്ങനെയൊന്നും പറയില്ല. സാധനം കാണുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ അത്യാവശ്യം ബോധമുള്ള മനുഷ്യരാണ്. അവരുടെ അഡ്രസ്സ് വായിക്കുമ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോവുക. ജഡ്ജിയും കളക്ടറും മുതൽ എല്ലാ സംഭവം ഉണ്ട്. എന്നെക്കാരും ബോധമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പ്രഹസനത്തിലൊന്നും അവർ വീഴൂല. അപ്പോൾ ഞാൻ ഒറിജിനലായിട്ട് പറഞ്ഞ ഈ വിലയ്ക്ക് ഇത് 899 എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ഒറിജിനൽ മൊഡാലിൻ്റെ എല്ലാം ഇതുകൊണ്ട് എങ്ങാനും വില തെറ്റിപ്പോയെങ്കിലേ ഇത് കട്ട് ചെയ്യുള്ളൂ. അത്രയും കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് തന്നെ കാണും. ബോട്ടമൊക്കെ ഇങ്ങനെ സെമി സിൽക്കിൽ ഇത്രയും ഡിസൈനൊക്കെ ആയിട്ട് അടിപൊളി സംഭവം. എല്ലാം അടിപൊളിയല്ലേ? ഏതാ എടുക്കണം എന്നൊക്കെ കൺഫ്യൂഷനായില്ലേ? അതാട്ടെ ഈ ഓഫ് സീസണിൽ ഡ്രസ്സ് എടുക്കണേ. അപ്പോൾ ഇങ്ങനെ ഇനി ഏപ്രിൽ ആദ്യം വരെ ഇങ്ങനെ കളക്ഷൻ വരും. അത് കഴിയുമ്പോൾ എല്ലാ കടക്കാരും ഇങ്ങനെ തിരക്കായിട്ട് എല്ലാവരും കൂടെ എടുക്കാൻ ചെല്ലുമ്പോഴാണ് കുറയണേ. ഇതൊക്കെ നോക്കി എന്ത് വെറൈറ്റിയാണ്. അടിപൊളി മൊഡാലാട്ടോ. ശരിക്കും ഇത് ഒറിജിനൽ മൊഡാലായിട്ട് തോന്നും കേട്ടോ. ലൈനിങ്ങൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സെമി മൊഡാലാണ്, പക്ഷെ ഒറിജിനൽ മൊഡാലിൻ്റെ ഒരു മോച്ചായൊക്കെ ഉണ്ട്. ഇതിന് യോക്കിൽ എംബ്രോയ്ഡറി ഉണ്ട്. ബോട്ട ഇങ്ങനെ 699 ഉള്ളൂ കേട്ടോ. ഷോൾ ഒരു വില 2-2.10 ആയിരിക്കും കാണുള്ളൂ കേട്ടോ.
പക്ഷെ നല്ല സെറ്റാട്ടോ 600 ഇതൊക്കെ. 600 ഉള്ളൂ, 699. നമ്മളിപ്പോൾ കുറഞ്ഞത് കാണിച്ചിട്ട് ഒത്തിരി കാലമായല്ലോ. ശരി, ഇപ്പം അപ്പടി നമുക്ക് ഈ പാർട്ടി വെയർ അങ്ങനത്തെയൊക്കെ എടുക്കാൻ തന്നെ ഓണം എടുക്കുമ്പോൾ വന്ന പോലെ കുറഞ്ഞത് എടുക്കാൻ മഞ്ഞില്ല. അത് കാരണമാണ് വില കുറഞ്ഞത് കാണിക്കാണ്ടിരുന്നത്. ഇതിപ്പോൾ സ്ഥിരമൊക്കെ ഇടാനും ഈ വിചിത്ര സിൽക്കിൻ്റെ ബ്ലൂമിങ് വിചിത്ര സിൽക്കാണെന്ന് തോന്നുന്നു. നല്ല മെറ്റീരിയലാണ്, നല്ല ഇടാനും ഭയങ്കര സുഖാട്ടോ. 699 ഇത് സൂപ്പറല്ലേ. ബോട്ടം ഇങ്ങനെ സോഫ്റ്റ് സിൽക്ക് ബോട്ടോ. ഇതെല്ലാം നമ്മൾ ഈ കാണിക്കണ എല്ലാ പീസും ഭയങ്കര സൂപ്പർ സംഭവമാണ്, അടിപൊളി സംഭവമാട്ടോ. അപ്പം നിങ്ങൾ എല്ലാം പെട്ടെന്ന് എടുത്തോ. ഗ്രീൻ ഇത്തിരി ക്ലോസപ്പ് ആണോ? അല്ല നമ്മുടെ ഫോട്ടോഗ്രാഫർ ന്യൂ ആളാണ്. അപ്പോൾ മുഖത്ത് ക്ലോസപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ നേരിട്ട് കാണാൻ നല്ലതെന്ന് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ തുണി അങ്ങനെ തന്നെയായിരിക്കും, ഇത് ഈ കാണുന്നേക്കാളും ഭംഗിയായിരിക്കും കേട്ടോ നേരിട്ട് കാണുമ്പോൾ. 699. ഞാൻ നല്ലതാണെങ്കിൽ തുണിയും നല്ലതായിരിക്കില്ല കാണിക്കുന്നത്. ഇതും ഭയങ്കര എൻക്വയറി ഉള്ളതാണ്. നിങ്ങളെപ്പോഴും ഇവിടെ ഏറ്റവും അധികം വിൽക്കുന്ന സംഭവമാണ്. 999 ഉള്ളൂ. റയോൺ, കൂടിയ റയോണിൻ്റെ ഇത് നോക്ക്, ഇതിൻ്റെ തുണി നോക്ക്. ഈ ബോട്ടം ഇന്ന് വന്നാൽ അവർ ബോട്ടം കൊണ്ടും ടോപ്പ് അടിച്ചു എന്നിട്ട് വൈറ്റ് ബോട്ടം ഇട്ടുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് പോയില്ല ബോസ് സ്കീം കൂടെ. ഇത് കണ്ടോ ബാക്ക് ഇങ്ങനെ ഡിസൈൻ. ഒത്തിരി രസമുള്ള കളേഴ്സാണെന്നറിയാമോ. ഇതിന് വില ഇത് ഇറക്കം കിട്ടും 46 കിട്ടും, 47. ഇനി 50 വേണ്ടവർ ഇതിൻ്റെ താഴത്തുനിന്ന് ഒരു പീസ് എടുത്ത് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ പ്രിൻ്റല്ലേ അറിയില്ല. ഒരു ഫാഷൻ നല്ല പോലെ ഇതിൻ്റെ കോട്ടൺ ഷോളാണ്. ട്രിപ്പിൾ 9 ഉള്ളൂ കേട്ടോ. ഇതും പെട്ടെന്ന് തീരും കേട്ടോ. അതിൻ്റെ പ്രിൻ്റ് വ്യത്യാസം. ഈ വിലക്കൊക്കെ ഈ ചുരിദാർ സെറ്റ് ഇപ്പം കാണിച്ച പ്രിൻ്റ് ഓപ്പൺ ചെയ്താട്ടോ. 2 പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണം ഒരു പ്രിൻ്റ് തന്നെ കിട്ടാനില്ലായിരുന്നു. സ്റ്റോക്ക് വെച്ചാലും കിട്ടാൻ ചാൻസ് കുറവാണ്. ആദ്യം കാണിച്ച ഷോൾ ഇത് തന്നെയല്ലേ. ഇതിൻ്റെ ഷോള് ഇത് റോയോണെങ്കിൽ ഒരു സിൽക്ക് ഷോളാല്ലേ, കോട്ടൺ അല്ല കേട്ടോ. ഒരു സോഫ്റ്റ് സിൽക്ക് ഷോളാട്ടോ. 999 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. അടിപൊളിയായിട്ട് സൂപ്പർ സംഭവങ്ങളാണ് ഇന്ന് കാണിച്ചത്. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനായില്ലേ? കൺഫ്യൂഷൻ നോക്കിയ ഡ്രസ്സൊക്കെ എന്തും ഇഷ്ടമുള്ളത് അപ്പം എടുത്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ എടുക്കാൻ നോക്കിയാൽ നമുക്കത് കിട്ടില്ല കേട്ടോ. ഭയങ്കര പാടാണ്. എടുത്ത് തയ്ച്ച് റെഡിയാക്കി വയ്ക്കുക. ഫങ്ഷനുകൾ ഇങ്ങനെ വരും. ആ ഫങ്ഷൻ വരുമ്പോൾ ഓടി നടക്കുക. എന്നാൽ ഒന്നും കിട്ടില്ല. പെട്ടെന്ന് തയ്ച്ചാലും ശരിയാവൂല. ഇന്നത്തെ എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ആണ്, സൂപ്പർ ഹിറ്റാണ്. ഇനി ഇല്ല വേറെ പ്രിൻ്റ്. അപ്പോൾ പെട്ടെന്നെല്ലാം എടുത്തോ. അതുപോലെ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും വിസിറ്റ് ചെയ്യുക. HOD മുദ്രയുള്ള GST ബില്ലടച്ച സ്വർണ്ണം ഇനി മേടിക്കുക. ഇനി അല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്നാണ് പറയണേ. അപ്പോൾ ചുമ്മാ ഈ ആന മേടിച്ചിട്ട് സോപ്പും പേസ്റ്റും വരെ നമ്മൾ GST അടച്ചാൽ മേടിക്കണേ. പിന്നെ ആന മേടിക്കുമ്പോൾ തോട്ടി മേടിക്കാനാണോ വിഷമം? സ്വർണ്ണത്തിന് ഈ വിലയുള്ളപ്പം അതെപ്പോഴും സ്വർണ്ണം നല്ല പണിയുള്ളത് നോക്കി GST ബില്ലടിച്ച് HOD മുദ്രയുള്ളത് മേടിക്കുക. അത് GST ഇല്ലാത്ത ഈ പഴയ ഫാഷൻ
അതൊക്കെ കിട്ടണത് അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യില്ല, പിന്നെ അത് നമ്മുടെ എല്ലാം പോകും. പിന്നെ നമുക്കിനി ഇങ്ങനെ പണയം വെക്കണമെങ്കിലോ അല്ലെങ്കിൽ എല്ലാം വിൽക്കണമെങ്കിലോ ഒക്കെ മിക്കവാറും GST ബില്ലുള്ള HOD മുദ്രയുള്ള സ്വർണ്ണം അല്ലെങ്കിൽ ഭയങ്കര വിലയൊക്കെ കുറഞ്ഞു പോകും, കുറച്ചൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക, വെഡ്ഡിങ് കളക്ഷൻ വിസിറ്റ് ചെയ്യുക, ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക, നമ്മുടെ തയ്യക്കട അവിടെയായിട്ട് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും തയ്ക്കണേ, നന്നായിട്ട് തയ്ച്ചു തരുവേ. അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും ശബരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.